കൊടും ക്രൂരത കാട്ടിയ മകനെ കാണാൻ താല്പര്യമില്ലെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ഉമ്മയും ബാപ്പയും. ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് ഉൾപ്പെടെ മകൻ വായ്പ എടുത്തിരുന്നതായി ഉമ്മ ഷെമി പറഞ്ഞു. ഇത്രയേറെ ബാധ്യതയുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നാണ് ബാപ്പ റഹീം പ്രതികരിച്ചത്. ചികിത്സയ്ക്ക് പണമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ ആപ്പ് വഴിയുള്ള ലോണിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, അവന് പ്രശ്നമുണ്ടായിരുന്നു. പിറ്റേന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന്, തലേദിവസവും വിളിച്ചിരുന്നു, പിന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. അതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. ഫോൺ ആപ്പ് വഴി പൈസ എടുത്തായിരുന്നു അവൻ. ഇല്ല, അപ്പാനൊക്കെ ഇപ്പോൾ കാണണ്ട എനിക്ക്. അപ്പാൻ എൻ്റെ കൊച്ചിനെയൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ അവനെ കാണണമെന്നില്ല. എൻ്റെ കൊച്ചിനെയും കുടുംബത്തിനെയും ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് കാണണമെന്നില്ല അവനെ. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് നേരത്തെ തന്നെ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. അതായത് അഫാൻ പറഞ്ഞതായി പോലീസ് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ കടമെടുത്തതും അഫാൻ, കൊലപാതകം നടത്തിയതും അഫാൻ, അതല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അഫാന്റെ ഉമ്മയുടെ ഒരു പ്രതികരണമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എന്ത് വന്നാലും ശരി, ഇപ്പോൾ മകനെ കാണാൻ താല്പര്യമില്ല, എന്തുമായിക്കൊള്ളട്ടെ, ഇനി മകനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്ത മകനോട് സംസാരിക്കാൻ താല്പര്യമില്ല. അവൻ തന്നെയാണ് ഇത്രയും തന്റെ കുടുംബത്തോട് ഈ ഒരു ദുഷ്ടത്തരം ചെയ്തത്. അപ്പോൾ അവനോട് ഇനി എന്ത് താൻ സംസാരിക്കാനാണ് എന്നൊരു കാര്യമാണ് ഉമ്മ പറയുന്നത്. ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകുന്നില്ല. താൻ മകനോട് പറഞ്ഞിരുന്നു, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, തനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം തന്നെ പരിഹരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കടം നമുക്ക് എങ്ങനെയായാലും പരിഹരിക്കാം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ തലേ ദിവസം തന്നെ ഇവർ ഈ ഒരു കടക്കാർ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുന്നത് കാരണം തലേ ദിവസം പറഞ്ഞിരുന്നു, നമുക്ക് വിളിച്ച് സംസാരിക്കാം, നമുക്ക് ആൾക്കാരോട് പണം ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ചോദിക്കാം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. തലേ ദിവസം ഇവരൊരു ബന്ധു വീട്ടിൽ പോവുകയും ചെയ്തു. 50,000 രൂപ ആ ബന്ധുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അവർ നൽകാൻ തയ്യാറായില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. ഇവർ ഈ കടബാധ്യത കാരണം ഇവർക്കുള്ള വീട് വിൽക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിനോട് അഫാൻ യോജിക്കുകയുണ്ടായി. ഉമ്മ പറയുന്ന ഒരു വാക്ക് നമുക്ക് കേൾക്കാം. പാങ്ങോടത്തെ ഉമ്മയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഈ ഒരു വീട് വിൽക്കുന്നതിൽ, ഈ ഒരു കടം തീർക്കാൻ വേണ്ടി വീട് വിൽക്കുന്നതിൽ അവർക്ക് എല്ലാവർക്കും താല്പര്യക്കുറവൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, താല്പര്യമായിരുന്നു. അഫാനും അതിന് ഓക്കെ ആയിരുന്നു എന്നൊരു കാര്യമാണ് പറയുന്നത്. ഫർസാനയുടെ കാര്യം പറയുമ്പോൾ ഫർസാനയെ തനിക്ക് പരിചയമുണ്ട്, എങ്കിലും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു, പക്ഷെ താൻ ഇതുവരെ ഫർസാനയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. ഈ സംഭവം നടക്കുന്ന ദിവസം ഉമ്മ വിശദീകരിക്കുന്നതാണ്. ഉമ്മയ്ക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്, എന്നാലും അവർ വിശദീകരിക്കുന്നത് കൊടും ക്രൂരത കാട്ടിയ മകനെ കാണാൻ താല്പര്യമില്ലെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ഉമ്മയും ബാപ്പയും. ഉമ്മയുടെ പ്രതികരണം ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.